കുട്ടിയുടെ അമ്മാവൻ രാജൻ നമുക്കൊപ്പം ചേരുന്നു. ഞങ്ങൾ ഈ വാർത്ത കേൾക്കുകയായിരുന്നു. ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ സ്കൂളിൽ, ശ്രീ രാജൻ? നമ്മൾ ഈ മെയ് മാസം 30 വെക്കേഷന് കുട്ടിയെ വിളിച്ചോണ്ട് വരാൻ ചെന്ന് വിളിച്ചോണ്ട് 30:04 വൈകിട്ട് 7 മണിക്ക് 7:30 കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കാൻ ചെല്ലുന്നു. അപ്പോൾ വിളിച്ചോണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കുട്ടി പറയുന്നത് ഇതുപോലെ തല കീഴായിട്ട് കയറെ കെട്ടി തൂക്കി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വിശദമായിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് 500 രൂപ അവിടുന്ന് കാണാതെ പോയി, അത് നീ എടുത്തോ എന്നും ചോദിച്ചുകൊണ്ടാണ് കുട്ടിയെ കാലിൽ കെട്ടി പാലിന്റെ ഊപ്പിൽ കെട്ടി തൂക്കിയത്. എന്നിട്ട് താഴോട്ട് ഇറക്കി കുട്ടിയെ വിരട്ടി കഴിഞ്ഞതിന് ശേഷം അവർ താപ്പോട്ട് ഇറക്കി അടുത്ത് തറയിൽ എത്താറായപ്പോഴത്തേക്കും അവർ കയറൊക്കെ വിട്ടു. കുട്ടി വീണു അല്ലേ? വീണു. ചെറിയ പെടലിക്ക് ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത പ്രശ്നത്തിന്റെ വേദന ചെറിയ ഉള്ളെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ വിശ്വാസം വീട്ടിലെത്തിയിരിക്കുന്നു. നിങ്ങൾ അതിനുശേഷം ഇത് സ്കൂളിൽ ബന്ധപ്പെട്ടോ? ഈ കാര്യം ചോദ്യം ചെയ്തില്ലേ? സ്കൂളിലല്ല, ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടത്. പുനലൂർ സ്റ്റേഷനിൽ. അതായത് 30-ാം തീയതി എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? നിങ്ങൾ 30-ാം തീയതിയിലെ കുട്ടിയെ കൂട്ടിക്കൊണ്ട്? അതെ, 30:04 വൈകിട്ട് 7 മണിയോടാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ 7:30 മണിയായി വിളിക്കാൻ ചെന്നപ്പോൾ. ഇത് ബോർഡിംഗ് സ്കൂളാണോ? ആ സ്കൂളിൽ തന്നെയാണോ കുട്ടി പഠിക്കുന്നത്? എന്താണ് സ്കൂളിന്റെ ഒരു സ്വഭാവം? അവിടെ ഹോസ്റ്റൽ അവരവിടെ അപ്പുറത്തെ സ്കൂളിലെ വേറെ സ്കൂളിലാണ് വിട്ട് പഠിപ്പിക്കുന്നവര്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കുട്ടികളുണ്ടായതുകൊണ്ട് പേരിലാണ് ഞങ്ങൾ അങ്ങനെ വിട്ടത്. ബോർഡിങ്ങിലാണ് നമ്മൾ വിശ്വാസത്തോട് വിട്ടതാ. അവരത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കരുതിയില്ല. ഓക്കെ, എത്ര കുട്ടികളൊക്കെ ഉള്ള സ്കൂളാണ്? ഒപ്പം തന്നെ ഈ കുട്ടിയുടെ സഹോദരൻ ആ സ്കൂളിലാണോ പഠിക്കുന്നത്? അവിടെയാണോ, ബോർഡിങ്ങിലാണോ? അവിടെ തന്നെ. യഥാർത്ഥത്തിൽ കുട്ടി പറഞ്ഞത് എന്താണ്? ഈ മോഷണക്കുറ്റം ആരോപിച്ച് എന്തായിരുന്നു അവിടുത്തെ സംഭവിച്ചത് എന്താണെന്ന്? 500 രൂപ മോഷണം പോയെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. നീ 500 രൂപ എടുത്തോന്ന് ചോദിച്ചാൽ കുട്ടി പറഞ്ഞു എടുത്തില്ല. അപ്പൊ ഇങ്ങനെ കയറെ കെട്ടി തൂക്കിയതിന് ശേഷവും ചോദിച്ചു, നിന്നെ ഇപ്പൊ കയറിന് വിടും, നിന്നെ കൊന്നു കളയും, അതുകൊണ്ട് പറഞ്ഞ സത്യം പറയാൻ പറഞ്ഞു. കുട്ടി പറഞ്ഞു എടുത്തിട്ടില്ല. അപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു, എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അവര് നേരെ താഴോട്ട് ഇറക്കി വിട്ടിട്ട് അടുത്ത് തറയിൽ അടുക്കാറായപ്പോഴത്തേക്കും വരെ കയറുന്ന വിട്ടു. വീട്ടിൽ പറഞ്ഞാൽ അവര് കൊന്നു കളയുന്നൊക്കെ പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയും ആര് വന്നാലും പിന്നെ നീ പോയിട്ട് വരാൻ പറഞ്ഞു കുട്ടിയോട്.